सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ॐ पूर्णमदः पूर्णमिदं पूर्णात् पूर्णमुदच्यते पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यते। ॐ शान्ति शान्ति शान्तिः। എല്ലാവർക്കും നമസ്കാരം. ഉപനിഷത്ത് പഠനത്തിന് സമാഗതരായിരിക്കുന്ന ഗുരുജനങ്ങൾക്കും സജ്ജനങ്ങൾക്കും ഒക്കെ നമസ്കാരം. ഇന്ന് നമുക്ക് ഈശാവാസ്യ ഉപനിഷത്തിൻ്റെ 4-ാമത്തെ മന്ത്രം ആണ് വിചാരം ചെയ്യാനുള്ളത്. 4-ാമത്തെ മന്ത്രം എന്ന് പറയുമ്പോൾ ഗുരുവിൻ്റെ തർജ്ജമയിൽ 4ഉം 5ഉം വരും. അത് പ്രത്യേകം നോട്ട് ചെയ്യുക. ഈ ഒരു മന്ത്രത്തിന് 4-5 ശ്ലോകങ്ങളിലായിട്ടാണ് ഗുരു തർജ്ജമയായി തന്നിരിക്കുന്നത്. അപ്പോൾ മന്ത്രം 4ൻ്റെ വിവർത്തനം 2 ശ്ലോകങ്ങളിലൂടെയാണ് തന്നിരിക്കുന്നത് എന്ന് പ്രത്യേകമായി നോട്ട് ചെയ്യാം. അപ്പോൾ അത് 3 എണ്ണവും നമുക്ക് ആദ്യത്തെ മൂലമന്ത്രവും പിന്നെ ഗുരുവിൻ്റെ 2 തർജ്ജമ വരുന്ന 2 ശ്ലോകങ്ങളും നമുക്ക് ചൊല്ലി അതിൻ്റെ പദച്ഛേദവും അർത്ഥവിചാരവും ഒക്കെ ഇന്ന് തന്നെ നടത്തേണ്ടതുണ്ട്. അപ്പോൾ 4-ാമത്തെ മന്ത്രം അനേജദേകം മനസ്സോ ജവീയോ നൈനദ്ദേവ ആപ്നുവൻ പൂർവമർഷത് തദ്ധാവതോ അന്യാനത്യേതി തിഷ്ടൻ തസ്മിന്നഭോ മാതരിശ്വാ ദദാതി. അനേജദേകം മനസ്സോ ജവീയോ നൈനദ്ദേവ ആപ്നുവൻ പൂർവമർഷത് തദ്ധാവതോ അന്യാനത്യേതി തിഷ്ടൻ തസ്മിന്നപോ മാതരിശ്വാ ദദാതി. ഒരു വാക്കും ചൊല്ലാത്തവരും, അതായത് കൃത്യമായി ഇത് ഉപാസനയ്ക്ക് എടുക്കാത്തവർക്ക് ചൊല്ലുമ്പോൾ ഒരു ബുദ്ധിമുട്ട് വരും. അപ്പോൾ ഓരോ വാക്കും മന്ത്രം കയ്യിലുണ്ടാവണം എല്ലാവരുടെയും. അപ്പോൾ അത് ഓരോ വാക്കും ഒന്ന് ശ്രദ്ധയോടെ ഇരിക്കുക. വീണ്ടും ചൊല്ലിത്തരേണ്ടതൊന്ന് ചോദിച്ചാൽ മതി, പറഞ്ഞു തരാം. അനേജദേകം മനസ്സോ ജവീയോ നൈനദ്ദേവ ആപ്നുവൻ പൂർവമർഷത്. നൈനദ്ദേവ ആപ്നുവൻ പൂർവമർഷത് തദ്ധാവതോ അന്യാനത്യേതി തിഷ്ടൻ. തദ്ധാവതോ അന്യാനത്യേതി തിഷ്ടൻ തസ്മിന്നപോ മാതരിശ്വാ ദദാതി. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കുമ്പോൾ ഓരോ വാക്കുകൾ വെച്ചാണല്ലോ പറയണത്. ആ സമയത്ത് കിട്ടാത്ത വാക്കുകളുടെ ഉച്ചാരണം പഠിച്ചു കൊള്ളണം. നമുക്ക് ഇതിൻ്റെ പദച്ഛേദം നോക്കാം. ആദ്യം പദച്ഛേദം എന്ന് കൊടുക്കുക. മന്ത്രം എടുത്ത് കയ്യിൽ വെക്കുക. അക്ഷരത്തെറ്റില്ലാതെ വളരെ കൃത്യമായിട്ട് അത് കുറിച്ചെടുക്കുക. അനേജദേകം, അനേജത് പ്ലസ് ഏകം, അനേജത് പ്ലസ് ഏകം, അനേജദേകം. മനസ്സോ ജവീയോ, മനസഹ പ്ലസ് ജവീയഃ. അവിടെ കുറച്ച് പറയാനുണ്ട്. അത് എല്ലാ പദച്ഛേദവും കഴിഞ്ഞതിന് ശേഷം പറയാം. മനസഹ പ്ലസ് ജവീയഃ, മനസ്സോ ജവീയോ നൈനദ്ദേവ ആപ്നുവൻ പൂർവമർഷത്. നൈനദ്ദേവ, അതൊന്ന് നോക്കിക്കോളൂ കേട്ടോ. വളരെ ശ്രദ്ധയോടെ ഓരോ ഓരോ അക്ഷരവും ശ്രദ്ധിക്കുക. ന ഏനത്, ന ഏനത് ദേവാഹ, നൈനദ്ദേവാഹ. ന ഏനത്ത്, മലയാളത്തിലാണ് എഴുതെങ്കിൽ എന്നുള്ള എഴുതുക. ന ഏനത്ത്
ദേവാഹ നൈനദ്ദേവാഹ ആപ്നുവൻ പൂർവമർഷത്ത്. പൂർവം പ്ലസ് അർഷത്ത്, രണ്ട് പദങ്ങൾ. പൂർവമർഷത്ത്, പൂർവം പ്ലസ് അർഷത്ത്, പൂർവമർഷത്ത്. മൂന്നാമത്തെ വരി തദ്ധാവതോ അന്യാനത്യേതി തിഷ്ടൻ. തദ്ധാവതോ അന്യാനത്യേതി ഇങ്ങനെ പിരിക്കാം. തത് പ്ലസ് ധാവതഃ പ്ലസ് അന്യാൻ പ്ലസ് അത്യേതി. പദം പിരിക്കുന്നത് തെറ്റിപ്പോയാൽ നമ്മൾ അതിൻ്റെ അർത്ഥഗ്രഹണത്തിന് ബുദ്ധിമുട്ട് വരും. തത് ധാവതഃ അന്യാൻ അത്യേതി. തത് ധാവതഃ അന്യാൻ അത്യേതി. തദ്ധാവതോ അന്യാൻ അത്യേതി. തിഷ്ടൻ, തിഷ്ടൻ. തസ്മിൻ അപഹ, തസ്മിന്നപഹ. നാലാമത്തെ വരി, മന്ത്രത്തിന്റെ നാലാം പാദം. തസ്മിൻ പ്ലസ് അപഹ, തസ്മിന്നപോ. മാതരിശ്വ ദധാതി, ദധാതി. ഒന്നുകൂടെ നോക്കാം. അനേജത് പ്ലസ് ഏകം എഴുതിയേക്കുന്നവർ ഒന്നുകൂടെ ചെക്ക് ചെയ്യാം. അനേജത് പ്ലസ് ഏകം, അനേജതേകം. മനസഃ പ്ലസ് ജവീയഃ, മനസോ ജവീയഃ. ന ഏനത് ദേവാഃ, നൈനദ്ദേവാഃ. ആപ്നുവൻ പൂർവം പ്ലസ് അർഷത്ത്, പൂർവമർഷത്ത്. തത് ധാവതഃ അന്യാൻ അത്യേതി. തദ്ധാവതോ അന്യാൻ അത്യേതി. തിഷ്ടൻ. തസ്മിൻ പ്ലസ് അപഹ, തസ്മിന്നപോ പ്ലസ് മാതരിശ്വ, തസ്മിന്നപോ മാതരിശ്വ. ദധാതി. അവിടെ ഒന്നാമത്തെ പാദത്തിൽ മനസ്സോ ജവീയോ രണ്ട് വാക്കുണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ മനസ്സോ ജവീയോ എന്ന് ചൊല്ലിപ്പോയാൽ മതി, അവിടെ പിരിക്കണമെന്നില്ല. ഇനി പിരിച്ചു പറയണമെന്ന് വിവക്ഷിക്കുന്നെങ്കിൽ, ആഗ്രഹിക്കുന്നെങ്കിൽ മാത്രം മനസഹ ജവീയഹ എന്ന് നമുക്കവിടെ പറയാം. അവിടെ ഒരു വ്യാകരണ നിയമം വന്നിട്ടുണ്ട്. അതായത് മനസഹ എന്ന് പറയുന്നിടത്ത് വിസർഗമുണ്ട്. രണ്ട് കുത്തിടുന്നതിനെയാണ് സംസ്കൃതത്തിൽ വിസർഗം എന്ന് പറയുക. വിസർഗത്തിന് സാധാരണയായി നമ്മൾ സംസ്കൃത കൃതികളൊക്കെ ധാരാളം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ മുനിചര്യ പഞ്ചകം, നിർവൃതി പഞ്ചകം, അങ്ങനെയുള്ള കൃതികളെല്ലാം പഠിച്ചു പോയപ്പോൾ വിസർഗവും അതിൻ്റെ പ്രയോഗങ്ങളൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട്. ഇവിടെ വിസർഗത്തിന് പലതരത്തിൽ സന്ധി ചേരുമ്പോൾ മാറ്റം വരാം. വിസർഗത്തിന് രകാരം ആദേശം വരാം, രേപം വരാം. വിസർഗത്തിന് രേപം വരാം, ഷകാരം വരാം, സകാരം വരാം, ഉകാരം വരാം. അതിന് ഉത്വം എന്ന് പറയാം. ഉകാരം വരാം. വിസർഗം വിസർഗമായി തന്നെ ഇരിക്കാം. കാരണം ഒത്തിരി നമ്മൾ ഗുരുദേവ കൃതികൾ വരുമ്പോൾ ഈ വിസർഗം വെച്ച് പിരിക്കേണ്ട ഭാഗങ്ങൾ വരുന്നുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ വിസർഗം സന്ധി വരുമ്പോൾ രേഭം രകാരമായി മാറാം. മുനിഹി പ്ലസ് അവതത് മുനിരവതത് എന്ന് വരുന്നുണ്ട്. അപ്പോൾ രേഭം വരാം, ഷകാരം വരാം, സകാരം വരാം. അല്ലെ, ഗുരുർ ബ്രഹ്മ, ഗുരുഹു പ്ലസ് ബ്രഹ്മ, ഗുരുർ ബ്രഹ്മ പറയാറുണ്ട് അല്ലേ. ബ്രഹ്മ എന്നുള്ളതിൽ ബ് പ്ലസ് അവിടെ രായുണ്ട്, രേഖം വരുന്നുണ്ട് അവിടെ. അപ്പോൾ അതുപോലെ അതൊക്കെ അവിടെയൊക്കെ ഇത് ആവശ്യമാണ്. ഗുരു സാക്ഷാത്, ഗുരുഹു പ്ലസ് സാക്ഷാത്. അവിടെ വിസർഗത്തിന് സകാര ആദേശം വന്നിട്ട് ഗുരു സാക്ഷാത്. സ ഇച്ചിരി കട്ടിക്കുക നമ്മൾ പറയുന്നത്. അപ്പോൾ വിസർഗത്തിന് രേഖം വരാം, ഷകാരം വരാം, സകാരം വരാം, ഉത്വം വരാം, ഉകാരം വരാം. വിസർഗം വിസർഗമായി തന്നെ നിൽക്കാം. ഇവിടെ മനസ്സഹ എന്നുള്ളിടത്ത് മനസ്സ എന്നുള്ളിടത്ത് ആ മനസ്സഹ എന്നുള്ളതിൻ്റെ വിസർഗം അങ്ങോട്ട് പോയിട്ട് ഉത്വം വരിക അവിടെ. അപ്പോൾ മനസ്സ
പ്ലസ് ഉ. ഇത് നിങ്ങൾക്ക് ആവശ്യമില്ല, ഇതിൽ വെച്ച് തലപുകയൊന്നും വേണ്ട, മനസ്സിലാകുമെങ്കിൽ മാത്രം ഗ്രഹിച്ചാൽ മതി, ഇല്ലെങ്കിൽ അതങ്ങോട്ട് കളഞ്ഞേക്ക് കേട്ടോ. കാരണം ഇവിടെ ഇങ്ങനെ ഒരു മാറ്റമുണ്ട്. മനസ്സോ ജവിയോ എന്ന് പറയുന്നു, മനസ്സഹ ജവിയ എന്ന് പിരിച്ചു പറയുകയും ചെയ്ത് എന്താണ് ഇതിൻ്റെ കാര്യം എന്ന് ചോദിച്ചാൽ, സ്വയം തോന്നിയാൽ അല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് ചോദിച്ചാൽ ഇവിടുത്തെ വ്യാകരണ നിയമം ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അതായത് മനസ്സഹ എന്നുള്ളതിലെ വിസർഗം ഊ ആയിട്ട് മാറി. അപ്പൊ മനസ പ്ലസ് ഊ ആയി, മനസ പ്ലസ് ഊ. ഇനി ഉകാരത്തിന് ഗുണം വരികയാണ്. അതേ ഗുണഹ എന്ന പാണിനീയ സൂത്രം അനുസരിച്ച് അകാരത്തിന് ഗുണം വന്നു അല്ലേ. അപ്പോൾ ഇവിടെ പറയുകയാണ് മനസ പ്ലസ് ഊ. ഊയില് അതിൽ എന്താ പറയുക, അവിടെ ഗുണം വന്നിട്ട് മനസ്സോ മനസ്സോ എന്നായി മാറി. മനസ പ്ലസ് ഉ, ഉകാരത്തിന് ഗുണം വന്ന് മനസ്സോ, ഓകാരമായി മനസ്സോ എന്നായി. അതായത് മനസ്സ പ്ലസ് ഉ, ഉകാരത്തിന് ഗുണം വന്നു മനസ്സോ എന്നായി. ഇത് മനസ്സിലാവും തോന്നുന്നു. അതുപോലെ തന്നെ ശാരി ചേച്ചി ക്ലാസ്സിലാണ്, ക്ലാസ് എടുത്തോണ്ടിരിക്കുക. അതുമാണ് പറഞ്ഞു വന്നത്. അതായത് മനസ്സ, അകാരം, മനസ്സ എന്നുള്ളിടത്ത് ആ വിസർഗത്തിന് ഉകാരം വന്നില്ലേ. അപ്പോൾ അകാരത്തിന് ശേഷം ഉകാരം വന്നാൽ അവിടെ ഓന്നായി മാറും. അങ്ങനെയാണ് മനസ്സോന്ന് വന്നത്. അതുപോലെ തന്നെ ജവീയഹ എന്നുള്ളത് ജവീയ പ്ലസ് ഊ വരും. വിസർഗത്തിന് ഊ വന്നു, ജവീയ പ്ലസ് ഊ വന്നിട്ട് ഉകാരത്തിന് അപ്പൊ അകാരം പരമായി ഉകാരം വന്നപ്പോൾ ഓന്ന് ഗുണം വന്നപ്പോഴാണ് മനസ്സോ ജവിയോ എന്ന് വന്നത്. ഇത് മനസ്സിലായില്ലെങ്കിൽ ഞങ്ങൾ വിട്ടു കളഞ്ഞു കേട്ടോ. ഇനി അത് മനസ്സിലായില്ല എന്ന് പറയണ്ട. അതിന് പിന്നീട് അതിൻ്റെ റൂള് വേണമെങ്കിൽ ഞാൻ ഗ്രൂപ്പിൽ എഴുതിയിടുകയോ അത് അടുത്ത ക്ലാസ്സിൽ ഒന്നുകൂടെ പറയുകയോ ചെയ്യാം. അപ്പോൾ മനസ്സഹ ജവീയാന്നും പറയാം, ജവീയഹ എന്നും പറയാം, മനസ്സോ ജവിയോ എന്നും പറയാം. അതുകൊണ്ടാണ് അത് അവിടെ ഒന്ന് വിശദീകരിച്ചത്. നോക്കാം, ശരി ചേച്ചി എൻ്റർ ആയിട്ടുണ്ട് ക്ലാസ്സിൽ. അപ്പോൾ ഇത് പദച്ഛേദം മനസ്സിലായോ? പദച്ഛേദം നിങ്ങൾക്ക് മനസ്സിലായിരുന്നോ? പദച്ഛേദം ഒന്നുകൂടെ പറയണം. ഏതാണ്ട് ഗുണം ഇത് വന്നതാണോ പറയേണ്ടത്? ഓക്കെ ഓക്കെ, അവിടെ എനിക്ക് മാറിപ്പോയതാണ് കേട്ടോ. തിഷ്ടത് തന്നെയാണ്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാറി പറഞ്ഞു പോയേക്കുന്നതാണ് കേട്ടോ. തിഷ്ടത്താണ് കേട്ടോ, തിഷ്ടത്താണ്. പൂർവമർഷത്ത് അങ്ങനെ തന്നെയല്ലേ പറഞ്ഞേ? പൂർവം പ്ലസ് അർഷത്ത് പൂർവമർഷത്ത് അങ്ങനെ തന്നെയാണ്. ഇനി എന്നും ഡൗട്ട് ഒന്നുമില്ലെന്ന് കരുതണു. അനേജത് ഏകം മനസഹ ജവീയഹ ന ഏനത് ദേവാഹ ആപ്നുവൻ പൂർവമർഷത്ത് തത് ധാവതഃ അന്യാൻ അത്യേതി തിഷ്ടത് തസ്മിൻ അപഹ മാതരിശ്വ ദദാതി എന്നാണ് മന്ത്രം. ഇനി നമുക്ക് ഒന്നുകൂടി മന്ത്രം ചൊല്ലി നോക്കാം. അനേജതേകം മനസോ ജവീയോ നൈനദ്ദേവാ ആപ്നുവൻ പൂർവമർഷത് തദ്ധാവതോ അന്യാനത്യേതി തിഷ്ടത് തസ്മിന്നപോ മാതരിശ്വാ ദദാതി. ഈ മന്ത്രത്തിന്റെ ഓരോ പദങ്ങളുടെയും അർത്ഥം എഴുതിയതിനു ശേഷം നമുക്ക് ഗുരുവിന്റെ തർജ്ജമ ചൊല്ലി നോക്കാം. ഓരോ പദങ്ങളും നേരെ താഴ്ത്താഴെ അർത്ഥം എഴുതുക കേട്ടോ. അനേജത്ത്, അനേജത്ത്, അനേജത്ത് മീൻസ് ഇളക്കമില്ലാത്തത്, ചലനമില്ലാത്തത്, അചഞ്ചലമായത്. അനേജത്ത് ന ഏജത്ത്, അനേജത്ത് ഇളകാത്തത് എന്നർത്ഥം. ഇളക്കമില്ലാത്തത്, ചലനമില്ലാത്തത്, അചഞ്ചലം. അചലഹ എന്ന് വേണേൽ സംസ്കൃതത്തിൽ പറയാം. അചലഹ ചലിക്കാത്തത്. ഇനി ഏകം, ഏകവും. ഏകം ഏവ അദ്വിതീയം, രണ്ടാമതൊന്നില്ല. ഏകം പരമാത്മതത്വം
ഏകമാണ്, ഏകമായതും. അവിടെ സ്വഗത ഭേദമോ സജാതീയ ഭേദമോ വിജാതീയ ഭേദമോ ഒന്നും തന്നെ ഇല്ല, ഏകമാണ്. അതൊക്കെ പിന്നീട് കൃതി വ്യാഖ്യാനിക്കുമ്പോൾ അതൊക്കെ പറയാം. ഇപ്പോൾ പദങ്ങളുടെ അർത്ഥം മാത്രം നമുക്ക് കുറിക്കാം. ഏകം, ഏകമായതും. അടുത്തത് മനസ്സോ ജവീയോ, മനസഹ ജവീയ അല്ലെങ്കിൽ മനസ്സോ ജവീയോ. ജവീയ മീൻസ് വേഗതയാർന്നത്. മനസ്സോ ജവീയ മീൻസ് മനസ്സിനേക്കാൾ വേഗതയാർന്നത്. മനസ്സോ ജവീയ, ജവീയോ. മനസ്സോ എന്നാണ് പറയണമെങ്കിൽ ജവീയോ എന്ന് പറഞ്ഞോളണം. മനസ്സഹ എന്നാണ് നിങ്ങൾ പിരിച്ച് പറയണമെങ്കിൽ ജവീയ എന്ന് ഒരുപോലെ പറഞ്ഞോളണം. അപ്പോൾ മനസ്സഹ ജവീയ എന്ന് വെച്ചാൽ മനസ്സിനേക്കാൾ വേഗതയാർന്നതും. അടുത്തത് പൂർവം അർഷത്ത്. പൂർവം എന്ന് പറഞ്ഞാൽ മുൻപേ, മുൻപേ. അർഷദ് മീൻസ് ഗമിക്കുന്ന, പോകുന്ന. അർഷത്ത് പോകുന്ന. പൂർവം അർഷദ് എന്ന് പറഞ്ഞാൽ മുൻപേ ഗമിക്കുന്ന. പരമാത്മതത്വത്തെയാണ് പറയുന്നത്. മുൻപേ ഗമിക്കുന്ന. ഏനത്ത്, ഏനത്ത് ഇതിനെ, ഈ പരമാത്മതത്വത്തിനെ. മുൻപേ ഗമിക്കുന്ന ഏനത്ത് ഇതിനെ, ഈ പരമാത്മതത്വത്തിനെ. ദേവാഹ, ദേവാഹ ഇന്ദ്രിയങ്ങൾ, ഇന്ദ്രിയങ്ങൾ. ഇന്ദ്രിയങ്ങളാണ്, ഇന്ദ്രിയങ്ങളെ നമ്മൾ ദേവീ പ്രണാമ ദേവീഷ്ടകം പഠിച്ചപ്പോൾ ഇന്ദ്രിയങ്ങളെ ദേവന്മാരായിട്ടൊക്കെ പറഞ്ഞതാണ്, പഠിച്ചതാണ് അല്ലെ. ദേവാഹ ഇന്ദ്രിയങ്ങൾ. ന ആപ്നുവൻ, ന ആപ്നുവൻ, ന മീൻസ് നോട്ട് എന്നുള്ള അർത്ഥമാണ്. ന ആപ്നുവൻ പ്രാപിക്കുന്നില്ല, എത്തുന്നില്ല, എത്തപ്പെടുന്നില്ല. ഇതിനെ ഇന്ദ്രിയങ്ങൾക്ക് പ്രാപിക്കാൻ സാധിക്കുന്നില്ല. ന ആപ്നുവൻ പ്രാപിക്കുന്നില്ല. എന്തിനെയാ? ആത്മാവിനെ. ആർക്കാണ്? ഇന്ദ്രിയങ്ങൾക്ക്. മനസ്സിനേക്കാൾ വേഗതയാർന്നതും മുൻപേ പോകുന്നതുമായ ഇതിനെ ഇന്ദ്രിയങ്ങൾക്ക് അപ്രാപ്യമാണ്, ഗ്രഹിക്കാൻ അതിന് മുമ്പേ എത്താൻ സാധ്യമല്ല. ന ആപ്നുവൻ പ്രാപിക്കുന്നില്ല. ഇനി അടുത്തതിൽ പറയാണ് തിഷ്ടത്ത്. തിഷ്ടത്ത് എന്ന് പറഞ്ഞാൽ അനങ്ങാതെ നിൽക്കുന്ന, ഉറച്ചു നിൽക്കുന്ന, നിൽക്കുക എന്നുള്ള അർത്ഥമാണ്. തിഷ്ടതി എന്ന് പറഞ്ഞാൽ നിൽക്കുക. തിഷ്ടത്ത് നിൽക്കുന്ന, ഉറച്ചു നിൽക്കുന്ന. ഇപ്പൊ പറഞ്ഞു വന്നത് വളരെ വേഗതയാർന്ന ഒന്ന് കരുതുന്ന മനസ്സിന് പോലും ഇന്ദ്രിയങ്ങൾക്കോ മനസ്സിനോ എത്താൻ പറ്റുന്നില്ല. പക്ഷെ ഇതിന്റെ സ്വരൂപം എന്താ? തിഷ്ടത്താണ്, ഉറച്ചു നിൽക്കുന്നതാണ്. തിഷ്ടത് തത് അതിനെ, ഉറച്ചു നിൽക്കുന്ന അതിനെ. തിഷ്ടത് തത്. ഇത് അന്വയക്രമത്തിലും കൂടിയാണ് ആശയം പറയണം കേട്ടോ. അന്വയം ആദ്യം പറയാതിരുന്നത് അന്വയക്രമത്തിൽ ആശയം എഴുതുന്നതുകൊണ്ടാണ്. തിഷ്ടത് തത് ഉറച്ചു നിൽക്കുന്ന അതിനെ, അല്ലെങ്കിൽ ഉറച്ചു നിൽക്കുന്ന അത്. ഏതാണ് ഉറച്ചു നിൽക്കുന്നത്? പരമാത്മതത്വം. പരമാത്മതത്വത്തിന്റെ സ്വഭാവം എന്താ? ഇന്ദ്രിയങ്ങൾക്കും മനസ്സിനും മുൻപേ ഗമിക്കുന്നതാണ്. അപ്പോ തിഷ്ടത് തത് ഉറച്ചു നിൽക്കുന്ന അതിനെ. അത് ധാവതഃ അന്യാൻ. ധാവതഃ എന്ന് പറഞ്ഞാൽ എന്താ? ചലിക്കുന്ന, ഓടും. ധാവതി എന്നുള്ള പദത്തിന് സംസ്കൃതത്തിന് ഓടുക എന്നർത്ഥം. ധാവതഃ എന്ന് പറഞ്ഞാൽ ഓടിക്കൊണ്ടിരിക്കുന്ന, ചലിച്ചുകൊണ്ടിരിക്കുന്ന. അന്യാൻ മറ്റുള്ളവയെ. സർവദാ ചലിച്ചുകൊണ്ടിരിക്കുന്ന മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും എല്ലാം. അന്യാൻ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും എല്ലാം, ചലിച്ച് ഓടിക്കൊണ്ടിരിക്കുന്ന മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും എല്ലാം അത്യേതി അതിക്രമിക്കുന്നു. ഇവിടെ പറഞ്ഞ ഓർമ്മ വേണം. ഉറച്ചു നിൽക്കുന്ന ഈ പരമാത്മതത്വമാണ്
ഓടിക്കൊണ്ടിരിക്കുന്ന മറ്റുള്ളവയെ അതിക്രമിക്കുന്നത്. മനസ്സിലാക്കി എഴുതണേ. അത്യേതി അതിക്രമിക്കുന്നു. തിഷ്ടത് തത് ധാവതഃ അന്യാൻ അത്യേതി ഉറച്ചു നിൽക്കുന്ന ആ ആത്മതത്വം ധാവതഃ അന്യാൻ ഓടിക്കൊണ്ടിരിക്കുന്ന ചലിച്ചുകൊണ്ടിരിക്കുന്ന അന്യാൻ മറ്റുള്ളവയെ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും അത്യേതി അതിക്രമിക്കുന്നു. അടുത്തത് പറയാണ് തസ്മിൻ. തസ്മിൻ എന്ന് പറഞ്ഞ അതിൻ ആത്മാവിൻ സപ്തമി വിഭക്തിയിലാണ്. തസ്മിൻ അതിൻ പ്രാണസ്പന്ദനത്തിനധീനം. ഗുരു പറഞ്ഞില്ലേ തസ്മിൻ അതിൻ മാതരിശ്വ. ആ വാക്കിൻ്റെ അർത്ഥം നന്നായിട്ട് മനസ്സിലാക്കണം. അതിലേറ്റവും ജീവസുറ്റ പദമാണ്. ആ മന്ത്രം മനസ്സിലാകണമെങ്കിൽ നമുക്ക് ഇതിൻ്റെയൊക്കെ അർത്ഥം പിടികിട്ടണം. മാതരിശ്വ അതായത് പ്രാണരൂപിയായ വായു. അതായത് ബ്രഹ്മശക്തി ചലിച്ച് സ്പന്ദിച്ച് ആദ്യമുണ്ടായത് ആകാശമാണല്ലോ. ആ ആകാശത്തോടൊപ്പം വായുവുണ്ട്. ആകാശാത് വായു. അപ്പോൾ പ്രാണരൂപി എന്ന് പറഞ്ഞാൽ ശക്തി സ്പന്ദനത്തോടു കൂടിയ വായു. ചലിക്കുന്നത് ബ്രഹ്മശക്തിയാണ്. ചലിച്ചപ്പോഴാണ് ഇവിടെ കർമ്മം ഉണ്ടായതും പ്രപഞ്ചം ഉണ്ടായതും നമ്മളൊക്കെ ഉണ്ടായതും. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് അത് അവിടെ മനസ്സിലാക്കുക. പ്രാണരൂപിയായ വായു ഈ പ്രപഞ്ചത്തിലെ സകലതിനെയും നിലനിർത്തുന്ന ശക്തി സ്പന്ദനം എന്ന് പറയാം. ഈ പ്രപഞ്ചത്തിലെ സകലതിനെയും നിലനിർത്തുന്ന ശക്തി സ്പന്ദനം പ്രാണരൂപിയായ വായു എന്ന് പറയാം. മാതരിശ്വ തസ്മിൻ അതിൻ മാതരിശ്വ പ്രാണരൂപിയായ വായു ശക്തി സ്പന്ദനം പ്രപഞ്ചത്തിലെ സർവ്വതിനെയും നിലനിർത്തുന്ന ആ ശക്തി സ്പന്ദനം എങ്ങനെയുള്ളതെന്ന് വെച്ചാൽ പ്രാണൻ എന്ന് പറയണം. ശക്തി സ്പന്ദനത്തിനെ പ്രാണൻ എന്നും പറയും, എനർജി എന്നും പറയും അല്ലേ. ആ പ്രാണരൂപിയായ വായു അപഹ എല്ലാ അവിടെ കർമ്മങ്ങൾ എന്നുള്ള അർത്ഥത്തിലാണ്. കാരണം അതിൽ നിന്നാണ് എല്ലാ കർമ്മങ്ങളും ഈ പ്രപഞ്ചവുമായി വന്നിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാ കർമ്മങ്ങളെയും ദദാതി നിലനിർത്തുന്നു. അതിൽ ആരാണ് എല്ലാ കർമ്മങ്ങളെയും നിലനിർത്തുന്നത്? പ്രാണരൂപിണിയായ വായു. അതായത് പ്രാണരൂപിയായ വായു എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തിൻ്റെ ശക്തി സ്പന്ദനം. ആ ശക്തി സ്പന്ദനം എന്താണ്? വായുവിനോട് കൂടിയ വായുരൂപമായ ആ ശക്തി സ്പന്ദനം ആകാശം, വായു, മറ്റ് പഞ്ചഭൂതങ്ങളെല്ലാം അതിൽപ്പെടും. അങ്ങനെ പ്രാണരൂപിയായ വായു, അത് വിശദീകരിക്കുമ്പോൾ നമുക്ക് കൂടുതൽ പറയാം. പ്രാണരൂപിയായ വായു അപഹ എല്ലാ കർമ്മങ്ങളെയും ദദാതി നിലനിർത്തുന്നു. അപ്പോൾ അതൊന്ന് വിട്ടുപോയവർക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടെ പറയാം. അനേജത് എന്ന് പറഞ്ഞാൽ ഇളക്കമില്ലാത്തത്, ചലനമില്ലാത്തത്. ഏകമായിട്ടുള്ളത്, രണ്ടില്ല, ഒന്നേ ഉള്ളൂ. ഇളക്കമില്ലാത്ത ഏകമായ സത്യം. ആ സത്യം എങ്ങനെയാന്ന് പറയാ? മനസഹ ജവീയഹ മനസ്സിനേക്കാൾ വേഗതയാർന്നതാണ്. ഏറ്റവും കൂടുതൽ വേഗതയാർന്നത് എന്തിനാന്ന് ചോദിച്ചാൽ മനസ്സിനാണ്. ഇപ്പം അമേരിക്ക പോകണമെന്ന് പറഞ്ഞാൽ സെക്കൻഡ് അതിൽ ഏറ്റവും കുറഞ്ഞ ടൈം ഏതാണോ അത്ര പോലും വേണ്ട. പക്ഷെ ആ ബോധം മനസ്സിന് മുൻപേ ഗമിക്കുന്നു എന്നാണ് പറയുന്നത്. അതെങ്ങനെയാണെന്ന് നമുക്ക് വിശദീകരിക്കുമ്പോഴേ മനസ്സിലാവും. മനസ്സിനേക്കാൾ വേഗതയാർന്നതും പൂർവം അർഷത്ത് മുൻപേ അവിടെ എത്തിയിട്ടുണ്ട്, അവിടെ ഉണ്ട്, മുൻപേ പോകുന്ന ഏനത്ത് ഇതിനെ ദേവാഹ ഇന്ദ്രിയങ്ങൾ ന ആപ്നുവൻ പ്രാപിക്കുന്നില്ല. ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഇതിനെ അറിയാൻ പറ്റില്ല. ഇന്ദ്രിയങ്ങൾക്ക് ഇതിനെ അതിക്രമിക്കാൻ പറ്റുന്നില്ല. ഇന്ദ്രിയങ്ങൾ എത്തുന്നതിന് മുമ്പ് അവിടെ ബോധം ഉണ്ടെന്നർത്ഥം. തിഷ്ടത് തത് എന്നാൽ അത് വേഗതയിലൂടെ ഓട്ടമത്സരം നടത്തുകയല്ല. മനസ്സും ഇന്ദ്രിയങ്ങളും ആത്മാവും തമ്മിൽ ഓട്ടമത്സരം നടത്തുകയാണെന്നൊന്നും കരുതരുത്. കാരണം ഈ പ്രപഞ്ചത്തിൽ ശക്തി സ്പന്ദനമല്ലാതെ
ബ്രഹ്മശക്തി അല്ലാതെ ഒന്നുമില്ല എന്നർത്ഥം. ആ ശക്തിയിൽ നിന്നാണ് മനസ്സും ഉണ്ടായിരിക്കുന്നത്, ഇന്ദ്രിയങ്ങളും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഈ മനസ്സിന് ഇതിനെയൊക്കെ അതിക്രമിച്ചെത്താൻ സാധിക്കുക? ബോധം ഉണ്ടെങ്കിലല്ലേ മനസ്സും ഇന്ദ്രിയങ്ങളൊക്കെ ഉള്ളൂ. അങ്ങനെ നമ്മൾ ഗ്രഹിക്കണം. അത് നമുക്ക് വിശദീകരിക്കാം. അപ്പോൾ തിഷ്ടത് തത്, അത് ഗുരു നമ്മളോട് പറഞ്ഞു തന്നത് ഈശ്വര സത്യം ഉണ്ട് എന്ന് വെച്ചാൽ അത് അസ്ഥി ചെയ്ത് സദ്ഗനം, സത്തായിട്ടിരിക്കുന്നു. ഖനീഭവിച്ച ഉണ്മയായിട്ടാണ് ഈശ്വര ശക്തി ഇവിടെ ഇരിക്കുന്നത്. ഒരല്പം പോലും മറ്റൊന്നിന് ഇരിക്കാൻ ഇടയില്ലാതെ സർവ്വതിലും ബ്രഹ്മശക്തി നിറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടില്ലേ? അതുകൊണ്ടാണ് തിഷ്ടത് തത്, ഉറച്ചിരിക്കുന്നതായ അത്. ധാവതഃ അന്യാൻ എന്ന് പറഞ്ഞാൽ ഓട്ടമത്സരം നടത്തുന്നു എന്നല്ല, ഈ പ്രപഞ്ചത്തിലെ സകലതും ചലിച്ചുകൊണ്ടേയിരിക്കുന്നു. ചലനമാണല്ലോ കർമ്മം എന്ന് പറയുക. അതിലൂടെയാണ് ഈ പ്രപഞ്ചത്തിൽ ഓരോ വസ്തുക്കളും ഉണ്ടായി വന്നിരിക്കുന്നത്, ചലനത്തിലൂടെയാണ്. അതാണ് നാദം തിരണ്ട് ഉരുവതായി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ധാവതഃ അന്യാൻ, ചലിച്ചുകൊണ്ട് ഇരിക്കുന്ന, ഓടുന്നവയായ, അല്ലേ? ഇവിടെ ഓടുക എന്നുള്ള പദം, ഓടുകയാണ്. ആ ഓടുന്നവയായ ഇന്ദ്രിയങ്ങളെയും മനസ്സുകളെയും എല്ലാം അത്യേതി, അതിക്രമിക്കുന്നു. തസ്മിൻ, അതിൽ, മാതരിശ്വ, അല്ലെ, ശക്തിസ്പന്ദനം, പ്രാണരൂപിയായ വായു, അപഹ, എല്ലാ പ്രപഞ്ചകർമ്മങ്ങളെയും ദദാതി, അതിക്രമിക്കുന്നു. ഇനി ഇതിൻ്റെ ഒരാശയം ഒന്ന് കുറിച്ച് വെക്കുക കേട്ടോ. നിങ്ങൾക്ക് തന്നെ എഴുതാൻ പറ്റുന്ന തന്നെ എഴുതിക്കോളൂ. അതിൻ്റെ എല്ലാ ആശയങ്ങളും കൂട്ടി എഴുതണോ അതൊന്ന് പറയണോ? അചഞ്ചലനായ ആത്മാവ്, നമുക്ക് തന്നെ എഴുതാവുന്നേ ഉള്ളൂ. ഇനി വേണമെങ്കിൽ അന്വയ ക്രമത്തിൽ മാത്രം ഒന്ന് പറയാം, ഒന്ന് ശ്രദ്ധിച്ചോട്ടോ. അനേജത്ത്, നിങ്ങൾ അർത്ഥം എഴുതിയേക്കണ ഓർഡർ മാത്രം പരിശോധിച്ചാൽ മതി. എന്നിട്ട് ക്ലാസ് കഴിയുമ്പോൾ അത് ഗദ്യരൂപത്തിൽ എഴുതണം, അന്വയ രൂപത്തിൽ എഴുതണം. മന്ത്രം, ശ്ലോകം, പദച്ഛേദം, അന്വയം, അതാണ് നിയമം. അപ്പോൾ അന്വയം നിങ്ങൾ ചെയ്യുക. അനേജത്ത് ഏകം മനസഃ ജവീയഃ പൂർവം അർഷത്ത് ഏനം ദേവാഃ ന ആപ്നുവൻ തിഷ്ടത് തത് ധാവതഃ അന്യാൻ അത്യേതി തസ്മിൻ അപഹ മാതരിശ്വ ദദാതി. ഇവിടെ തസ്മിൻ മാതരിശ്വ അപഹ ദദാതി എന്ന് എഴുതുകോട്ടോ. തസ്മിൻ, നമ്മൾ അങ്ങനെയാണ് അർത്ഥം എഴുതിയിരിക്കുന്നത്. തസ്മിൻ മാതരിശ്വ അപഹ ദദാതി, ഇതാ ഇതിൻ്റെ അന്വയമാണ്, മന്ത്രത്തിൻ്റെ ഗദ്യരൂപമാണ്. ഇനി ഇതിൻ്റെ ആശയം പറയുമ്പോൾ ആത്മാവ് ഏകമാണ്, അല്ലേ? അചഞ്ചലമായ ആത്മാവ് ഏകമാണ്, ഇളകാത്തതാണ്, ഏകമാണ്, ചലനരഹിതമാണെന്നർത്ഥം. അത് മനസ്സിനേക്കാൾ വേഗതയാർന്നതാണ്. എൻ്റെ സ്വഭാവം എന്താന്ന് വെച്ചാൽ ഏകമാണ്, ചലനമില്ലാത്തതാണ്. നിങ്ങളുടെ ഭാഷയിൽ എഴുതിക്കോ, അപ്പോഴേ പഠിക്കുള്ളൂ. അത് മനസ്സിനേക്കാൾ വേഗതയാർന്നതാണ്. മനസ്സോ ജവിയോ, മനസ്സിനേക്കാൾ വേഗതയാർന്നതാണ്. ഇനി എല്ലാത്തിനും മുൻപേ പോയിട്ടുള്ള, അതായത് എല്ലാത്തിനും മുൻപേ സഞ്ചരിക്കുന്ന, എല്ലാത്തിനും മുൻപേ പോയിട്ടുള്ള, എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന, സർവവ്യാപിയായ, എല്ലാത്തിനും മുൻപേ പോയിട്ടുള്ളതും എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നതും അല്ലെങ്കിൽ സർവവ്യാപിയുമായ ഇതിനെ അതായത് ഇതിനെ എന്നുള്ളത് പരമാത്മതത്വത്തെ ഇന്ദ്രിയങ്ങൾക്ക് പ്രാപിക്കുവാൻ സാധിക്കുന്നില്ല. അതായത് ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഇതിനെ അറിയാൻ പറ്റില്ല എന്നർത്ഥം. മനസ്സുകൊണ്ടും ഇതിനെ അറിയാൻ പറ്റില്ല. കാരണം ഇതിൽ നിന്നാണ് മനസ്സും ഇന്ദ്രിയങ്ങളൊക്കെ ഉണ്ടായത്. ഇനി ഇളകാതെ ഒരിടത്ത് നിൽക്കുന്നു എങ്കിലും തിഷ്ടത്തിന്റെ അർത്ഥം പറയാം, ഉറച്ചു നിൽക്കുക, അല്ലെ? ഇളകാതെ ഒരിടത്ത് നിൽക്കുന്നു എങ്കിലും അത് ഏറ്റവും വേഗതയാർന്നതാണ്. അത് ഏറ്റവും വേഗതയാർന്നതാണ്.
വേഗതയാർന്നതാണ് എന്ന് കരുതുന്ന ഏതിനെയൊക്കെ അതിക്രമിക്കുന്നു? മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും അതിക്രമിക്കുന്നു. ഇളകാതെ ഒരിടത്ത് തന്നെ നിൽക്കുന്നു എങ്കിലും അത് ഏറ്റവും വേഗതയാർന്നതെന്ന് കരുതുന്ന മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും അതിക്രമിക്കുന്നു. അല്ലേ? ഇളകാതെ ഒരിടത്ത് തന്നെ നിൽക്കുന്നുവെങ്കിലും അത് ഏറ്റവും വേഗതയാർന്നതെന്ന് കരുതുന്ന മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും അതിക്രമിക്കുന്നു. ഇനി അതിൽ നിന്ന് സ്പന്ദിച്ചുയർന്ന വിശ്വപ്രാണൻ, അതാണ് മാതരിശ്വൻ. അതിൽ നിന്ന് ബ്രഹ്മശക്തി, അതിൽ നിന്നെന്ന് പറയുമ്പോൾ ബ്രഹ്മശക്തിയിൽ നിന്ന്, ബ്രഹ്മത്തിൽ നിന്ന് സ്പന്ദിച്ച ശക്തിക്കാണ് നമ്മൾ മാതരിശ്വ എന്ന് പറയുന്നത്. അതിൽ നിന്ന് ചലിച്ചു പൊന്തിയ വിശ്വപ്രാണനാണ് പ്രപഞ്ചത്തിലെ സർവകർമ്മങ്ങളെയും, അതിൽ നിന്ന് സ്പന്ദിച്ചുയർന്ന വിശ്വപ്രാണനാണ് പ്രപഞ്ചത്തിലെ സർവകർമ്മങ്ങളെയും വേറുവേറാക്കി നിലനിർത്തുന്നത്. ഓരോ കർമ്മങ്ങളും ഉണ്ടല്ലോ, എത്രയോ കർമ്മങ്ങളുണ്ട്. കർമ്മസഞ്ചയമാണല്ലോ പ്രപഞ്ചം. അപ്പം ഇതിനെയൊക്കെ ഈ വേറുവേറാക്കി കർമ്മങ്ങളെ ചെയ്തത് അതിൽ നിന്ന് ചലിച്ചു പൊന്തിയ വിശ്വപ്രാണനാണ്. അതായത് നമുക്ക് ഗുരുവിൻ്റെ തർജ്ജമയാണ് ഈ മന്ത്രം പഠിക്കുവാൻ മറ്റേത് വ്യാഖ്യാനത്തേക്കാൾ, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞ് വ്യാഖ്യാനിച്ചാലും മഹാഗുരുവിൻ്റെ വ്യാഖ്യാനത്തേക്കാൾ, തർജ്ജമയേക്കാൾ മറ്റൊരു വ്യാഖ്യാനം തരാൻ ഈ ലോകത്ത് ആർക്കാ കഴിയുക? കാരണം ഒരു ഋഷിയുടെ മന്ത്രത്തെ അല്ലെങ്കിൽ ഉൾക്കാഴ്ചയെ, ദർശനത്തെ മറ്റൊരു ഋഷി അതുപോലെ തന്നെ പകർത്തിയിരിക്കുകയാണ്. ആ രണ്ടുപേരുടെയും ഉൾക്കാഴ്ചകൾ വ്യത്യസ്തമല്ല, ഭാഷ മാത്രമാണ് വ്യത്യാസമായിട്ടുള്ളത്. ആ ഭാഷയിൽ എഴുതിയത് ഉപനിഷത്ത് ഗ്രഹിക്കുവാൻ കഴിവ് ഇല്ല എന്ന് കരുതുന്ന, സംസ്കൃത ഭാഷ പഠിച്ചിട്ടില്ലാത്തവർക്കും ഈ ഉപനിഷത്ത് നഷ്ടപ്പെടരുതെന്നും ഇത് തീർച്ചയായും അറിഞ്ഞിരിക്കണമെന്നും ഇതിൽ എല്ലാ ഉപനിഷത്തുക്കളുടെയും സത്ത അടങ്ങിയിരിക്കുന്നു എന്നും കരുതിയത് കൊണ്ടാവാം ശ്രീനാരായണ മഹർഷി ഇത് മലയാള ഭാഷയിലേക്ക് നമുക്ക് തർജ്ജമ ചെയ്ത് തന്നത്. ഒരു ഋഷിയുടെ മന്ത്രത്തെ മറ്റൊരു ഋഷി വിവർത്തനം ചെയ്തിരിക്കുന്നു എന്ന പ്രത്യേകതയുണ്ട്. തിരുവള്ളുവർ എന്ന ആ ഋഷിയുടെ തിരുക്കുറൾ എന്ന വേദം ശ്രീനാരായണ ഋഷി മലയാളത്തിലേക്ക് ചില കുറളുകൾ തർജ്ജമ ചെയ്തിട്ടുമുണ്ട്, അല്ലേ? അപ്പോൾ എന്തുകൊണ്ടും വളരെ ലളിതമാണ് ഗുരുവിൻ്റെ തർജ്ജമ. നമുക്ക് നോക്കാം. അപ്പോൾ ഓർത്തോളണം, നാലാമത്തെ മന്ത്രം അനേജദേകം മനസോ ജവീയോ നൈനദ്ദേവ ആപ്നുവൻ പൂർവമർഷത് തദ്ധാവതോ അന്യാൻ അത്യേതി തിഷ്ടൻ തസ്മിന്നപോ മാതരിശ്വാ ദദാതി. ഇതിൻ്റെ തർജ്ജമ 4ഉം 5ഉം മന്ത്രങ്ങളിലായിട്ട് ഗുരു തന്നിരിക്കുക. നോക്കാം. ഇളകാദേഹമായേറ്റം ജിതമാനസവേഗമായി മുന്നിലാമതിലെത്താതെ നിന്നുപോയിന്ദ്രിയാവലി. ഇത് ചൊല്ലുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് ആർദ്രമായി പോകും, അല്ലേ? എത്ര പ്രാവശ്യം ചൊല്ലിയാലും മതിയാവില്ല. അത്രയും കരുണാർദ്രമായിട്ട് തോന്നും ഗുരുവിൻ്റെ. അത് മലയാളത്തിലേക്ക് എഴുതിയപ്പോഴാണ് നമുക്ക് മനസ്സലിയുന്നതെന്ന് തോന്നുന്നു, അല്ലേ? ഭാഷയുടെ കാഠിന്യം കൊണ്ടാവാം. ഇവിടെ നോക്കൂ. ഇളകാതെ ഏകമായി ഏറ്റം, ഇളകാതേകമായേറ്റം, ഇളകാതെ ഏകമായി ഏറ്റം, ഏറ്റം വളരെയധികം, ഇളകാതെ ഏകമായി ഏറ്റം ജിതമാനസവേഗമായി, ജിതമാനസവേഗമായി, ഒറ്റ പദം, മനസ്സിനെ ജയിക്കുന്ന വേഗത, ജിതമാനസവേഗമായി. ഇതൊക്കെ നമുക്ക് ആർക്കും വിശദീകരിക്കാതെ തന്നെ
മനസ്സിലാകുന്ന വാക്കുകളിൽ വളരെ ലളിത പദങ്ങളാണ് ഗുരു ഉപയോഗിച്ചിരിക്കുന്നത്. ജിതമാനസവേഗമായി മുന്നിലാമതിലെത്താതെ, മുന്നിലാം അതിൽ എത്താതെ, തിരിച്ചെഴുതിക്കോണേ, മുന്നിലാം അതിൽ എത്താതെ, മുന്നിലാം അതിൽ എത്താതെ നിന്നുപോയി ഇന്ദ്രിയാവലി. ഇന്ദ്രിയ ആവലി, ആവലി എന്ന് പറഞ്ഞ കൂട്ടം, ഇന്ദ്രിയാവലി ഇന്ദ്രിയക്കൂട്ടം, ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും ഒക്കെ. നിന്നുപോയി ഇന്ദ്രിയാവലി, ആവലി കൂട്ടം. ഒന്നുകൂടെ നോക്കിയേ. ഇളകാദേകമായേറ്റം ജിതമാനസവേഗമായി മുന്നിലാമതിലെത്താതെ നിന്നുപോയിന്ദ്രിയാവലി. ഇളകാതെ ഏകമായി ഏറ്റം ജിതമാനസവേഗമായി മുന്നിലാം അതിൽ എത്താതെ നിന്നുപോയി ഇന്ദ്രിയാവലി. നോക്കാം അതെങ്ങനെയാണ് മന്ത്രവുമായി കണക്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം കേട്ടോ. ആദ്യം എടുക്കുക ഇളകാതെ. ഇളകാതെ, അതിനകത്ത് നമുക്ക് മന്ത്രത്തിൽ നിന്ന് ഇളകാതെ എന്നുള്ള ഏത് പദത്തിന് പകരമാണ് ഗുരു ഇളകാതെ എന്നുള്ള വാക്കോട് ഉപയോഗിച്ചിരിക്കുന്നത്? അനേജത്ത്. അനേജത്ത്. ഇതിന്റെ നേരെ എഴുതുക ഇളകാതെ അനേജത്. എന്നാ ഏജത് അനേജത്. അടുത്തതിലും ഒക്കെ ഇതിന്റെ കണ്ടിന്യൂഷൻ ആണ് പറയണത്. ഏകമായി, ഏകമായി, അതൊക്കെ എളുപ്പം. നമ്മളിപ്പോ ആശയം എഴുതിയ സ്ഥിതിക്ക് നമുക്ക് തന്നെ അങ്ങോട്ട് എഴുതാം. ഏകമായി എന്ന് വെച്ചാൽ അവിടെ മന്ത്രത്തിലെ പദം ഏകം. ഏകം, അനേജത്ത് ഏകം. അപ്പൊ ഇളകാതെ ഏകമായി എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ഏകമായ ആ സത്യം ഇളക്കമില്ലാത്തതാണ് എന്നർത്ഥം. ജിതമാനസ വേഗമായി, ജിതം ജയിച്ചത്, ജിതമാനസ വേഗമായി മനസ്സിന്റെ വേഗതയെയും ജയിച്ചത്. അതിന്റെ പദം മന്ത്രത്തിൽ ഏത് പദം വരും? ജിതമാനസ വേഗമായി. ഏത് പദം അതിൽ? മനസ്സോ ജവിയോ. ഉണ്ടോ? മനസ്സോ ജവിയോ. അത് മനസ്സിനേക്കാൾ വേഗതയാർന്നതാണ്. എന്തുകൊണ്ടെന്നാൽ എല്ലാ സ്ഥലത്തും ബോധമുണ്ട്. മനസ്സെത്തുന്നതിന് മുമ്പ് അവിടെ ബോധമുണ്ട്. നമുക്ക് വിശദീകരിക്കാതെ. ജിതമാനസ വേഗമായി മനസ്സോ ജവിയോ മുന്നിലാമതിലെത്താതെ നിന്നുപോയിന്ദ്രിയാവലി. പറയാമോ? ആദ്യത്തെ 2 വരിയുടെ തർജ്ജമയാണ് 4ാമത്തെ മന്ത്രം കേട്ടോ. ശ്ലോകം 4 ഗുരു തർജ്ജമ ചെയ്തിരിക്കുന്ന ശ്ലോകം 4 അല്ലെങ്കിൽ മന്ത്രം 4 പിന്നെ മൂലമന്ത്രത്തിലെ 2 വരിയുടെ വിശദീകരണമാണ്, 2 വരിയുടെ തർജ്ജമയാണ് കേട്ടോ. അങ്ങനെ നോട്ട് ചെയ്തോളണം. 2 വരിയുടെ തർജ്ജമ. അപ്പോൾ പറയാണ് മുന്നിലാമതിലെത്താതെ നിന്നുപോയിന്ദ്രിയാവലി. ഇങ്ങനെ പറയാം. പൂർവം അർഷത്ത്, അതിന് നേരെ എഴുതി വെച്ചോളൂ. അപ്പം നമുക്ക് ഒന്നും കൂടി എളുപ്പമാവും. ഗുരുവിൻ്റെ തർജ്ജമ നമുക്ക് പഠിക്കുന്നതാണ് ഏറ്റവും എളുപ്പം. അപ്പോൾ പൂർവം അർഷത്ത് ഏനം ദേവാഹ ന ആപ്നുവൻ, അത്ര എഴുതി വെച്ചോ. ഇളകാതെ മുന്നിലാമതിലെത്താതെ നിന്നുപോയിന്ദ്രിയാവലി. പൂർവം അർഷത് ഏനം, പൂർവം അർഷത് ഏനത് ദേവാ ന ആപ്നുവൻ നൈനദ്ദേവാ ആപ്നുവൻ പൂർവമർഷത്. അങ്ങനെ മന്ത്രവരി എഴുതിയാലും മതി. ഞാനത് മനസ്സിലാകാൻ അർത്ഥക്രമത്തിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. പൂർവം അർഷത് ഏനം, പൂർവമർഷത് ഏനം, പൂർവമർഷത്ത് ഏനം ഏനത്ത് കേട്ടോ. പൂർവമർഷത് ഏനത്ത്
ദേവാഹ ന ആപ്നുവൻ. എന്നാ ഏനത് ദേവാഹ എന്നുള്ളതിൽ ഏനതുണ്ട് കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ വരിയുടെ അത് ഗദ്യരൂപത്തിലാണ് ഞാനത് ആ തർജ്ജമയിൽ തന്നത്, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. അത് രണ്ടാമത്തെ വരി അങ്ങനെ തന്നെ എടുത്ത് എഴുതിയാലും കുഴപ്പമില്ല. നൈനത് ദേവ ആപ്നുവൻ പൂർവമർഷത്ത്, അതിൻ്റെ തർജ്ജമയാണ് മുന്നിലാമതിലെത്താതെ നിന്നുപോയിന്ദ്രിയാവലി. പൂർവം അർഷത് ഏനം എന്ന് വെച്ചാൽ എന്താ? പൂർവം അർഷത് എന്ന് പറഞ്ഞാൽ എന്താ? മുൻപേ സഞ്ചരിച്ച ഏനത്, ഇതിനെ, എല്ലാത്തിനും മുൻപേ സഞ്ചരിച്ച ഇതിനെ ദേവാഹ ന ആപ്നുയ അല്ലെ, ന ആപ്നുവൻ, ദേവന്മാർ ഇന്ദ്രിയങ്ങൾക്ക് എത്താൻ പറ്റിയില്ല. മുന്നിലാമതിലെത്താതെ നിന്നുപോയി ഇന്ദ്രിയാവലി. പൂർവം അർഷത്ത് ഏനത് ദേവാഹ ന ആപ്നുവൻ. എത്ര മനസ്സിലായോ അത്? ഇളകാദേകമായേറ്റം ജിതമാനസവേഗമായി മുന്നിലാം അതിലെത്താതെ നിന്നുപോയിന്ദ്രിയാവലി. അപ്പോൾ അനേജദേകം മനസ്സോ ജവീയോ നൈനദ്ദേവ ആപ്നുവൻ പൂർവമർഷത്. അടുത്ത നോക്കിക്കോളൂ. അടുത്ത മന്ത്രം ഏതാ തുടങ്ങുന്നത്? പറഞ്ഞേ. അതു നിൽക്കുന്നു പോകുന്നിതോടു മന്യത്തിനപ്പുറം അതിൻ പ്രാണസ്പന്ദനത്തിനധീനം സർവകർമ്മവും. അതു നിൽക്കുന്നു പോകുന്നിതോടു മന്യത്തിനപ്പുറം അതിൻ പ്രാണസ്പന്ദനത്തിനധീനം സർവകർമ്മവും. അതു നിൽക്കുന്നു പോകുന്നു, അതു നിൽക്കുന്നു പോകുന്നു, ഇത് ഓടും അന്യത്തിന് അപ്പുറം. അതു നിൽക്കുന്നു പോകുന്നു, ഇത് ഓടും അന്യത്തിന് അപ്പുറം. അന്യത്തിനപ്പുറം എന്ന് ഒരുമിച്ച് എഴുതാനും കുഴപ്പമില്ല. ഇത് ഓടും അന്യത്തിനപ്പുറം. അതിൻ പ്രാണസ്പന്ദനത്തിന് അല്ലെങ്കിൽ പ്രാണസ്പന്ദനത്തിന് അധീനം സർവകർമ്മവും. അതിൻ പ്രാണസ്പന്ദനത്തിന് അധീനം സർവകർമ്മവും. അതു നിൽക്കുന്നു പോകുന്നു, ഇത് ഓടും അന്യത്തിനപ്പുറം. അതു നിൽക്കുന്നു പോകുന്നിതോടുമന്യത്തിനപ്പുറം. അതു നിൽക്കുന്നു പോകുന്നു, ഇത് ഓടും അന്യത്തിനപ്പുറം. അതിൻ പ്രാണസ്പന്ദനത്തിന് അധീനം സർവകർമ്മവും. അതിൻ പ്രാണസ്പന്ദനത്തിനധീനം സർവകർമ്മവും. അതു നിൽക്കുന്നു പോകുന്നിതോടുമന്യത്തിനപ്പുറം. അതിൻ പ്രാണസ്പന്ദനത്തിനധീനം സർവകർമ്മവും. നമുക്ക് നോക്കാം അതെങ്ങനെ മന്ത്രവുമായി ഘടിപ്പിക്കുന്നെന്ന് നോക്കാം കേട്ടോ. അതു നിൽക്കുന്നു പറയാമോ? നമ്മൾ ഇത്രയും പഠിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പോൾ തനിയെ കിട്ടുമല്ലോ. അതു നിൽക്കുന്നു തിഷ്ടത്ത് അല്ലെ, അതു നിൽക്കുന്നു തിഷ്ടത്ത്. അടുത്തത് ഇത് ഓടും അന്യത്തിനപ്പുറം. ഇത് ഓടും അന്യത്തിനപ്പുറം പോകുന്നു. അങ്ങനെ എഴുതിക്കോണം കേട്ടോ. അത് നിൽക്കുന്നു പോകുന്നിതോടും അന്യത്തിനപ്പുറം എന്നല്ലേ. അപ്പൊ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ എഴുതുമ്പോൾ ഇത് ഓടും അന്യത്തിനപ്പുറം പോകുന്നു. ഇത് ഓടും അന്യത്തിനപ്പുറം പോകുന്നു. അപ്പൊ നമുക്ക് കൂടുതൽ വ്യാഖ്യാനം ഇല്ലാതെ തന്നെ നമുക്ക് പഠിക്കാൻ പറ്റും. അത് ഇത് ഓടും, ചലിച്ചുകൊണ്ടിരിക്കുന്ന, ഓടിക്കൊണ്ടിരിക്കുന്ന, അന്യത്തിനപ്പുറം, ഇന്ദ്രിയ മനസ്സുകൾക്ക് അപ്പുറം പോകുന്നു, സഞ്ചരിക്കുന്നു. ഇവിടെ ഇത് എന്നുള്ളിടത്ത് ആത്മാവാണ്, പരമതത്വമാണ്, അത് മറന്നു പോകരുത്. ഇത് അത് എന്നൊക്കെ പറയുന്നത് അതിനെയാണ്. ഇത് ഓടും അന്യത്തിനപ്പുറം പോകുന്നു, സഞ്ചരിക്കുന്നു.
ഇത് നിരന്തരം ചലിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ദ്രിയ മനസ്സുകളെ അതിക്രമിച്ചു നിൽക്കുന്നു. അതിനെ പറയുന്ന വാക്ക് മന്ത്രത്തിൽ ഏതായിരിക്കും? വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കൂ. അതു നിൽക്കുന്നു തിഷ്ഠതി തദ്ധാനത്യേതി അല്ലെ, തദ്ധാവതോ അന്യാനത്യേതി. ഇത് ഓടും. ഇത് ഞാൻ ഇതിൽ സ്പീഡിൽ പറഞ്ഞു പോകാത്തെന്ന് വെച്ചാൽ നിങ്ങളൊന്ന് കുറിച്ചും കൂടി എടുത്തു കഴിഞ്ഞാൽ വീണ്ടും പഠിക്കാമല്ലോ. അതുകൊണ്ടാണ്. ഇത് ഓടും അന്യത്തിനപ്പുറം പോകുന്നു. ഇത് എന്ന് പറഞ്ഞാൽ ആത്മാവ്, പരമാത്മതത്വം. ഓടുന്ന, നിരന്തരം ചലിച്ച് പരിണമിച്ചുകൊണ്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന, ഒന്നിൽ നിന്ന് മാറി ഒന്നിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന മനസ്സിനെയും ഇന്ദ്രിയത്തിനെയുമാണ് അന്യത്തിനപ്പുറം എന്ന് പറഞ്ഞാൽ. ഇന്ദ്രിയ മനസ്സുകൾക്ക് അപ്പുറം കടന്നു നിൽക്കുന്നു എന്ന് പറയാണ്. ഇത് നിരന്തരം ഓടുന്ന അല്ലെങ്കിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ദ്രിയ മനസ്സുകൾക്കപ്പുറം പോകുന്നു. അതിനെങ്ങനെ പറയാം? തത് ധാവതഃ അന്യാൻ അത്യേതി. തത് ധാവതഃ അന്യാൻ അത്യേതി. ഓടിക്കൊണ്ടിരിക്കുന്ന ആ ഇന്ദ്രിയ മനസ്സുകളെ അതിക്രമിച്ചു നിൽക്കുന്നു. അടുത്തത് അതിൻ. അതിൻ പ്രാണസ്പന്ദനത്തിനധീനം സർവകർമ്മവും. അതിൻ, അതിൻ കിട്ടുന്നുണ്ടോ? തസ്മിൻ. ഓ, ആരാ പറഞ്ഞത്? ഓക്കെ, വെരി ഗുഡ്. വിനീഷുക്ക് ഒരു ക്ലാപ്പ് ഉണ്ട് കേട്ടോ. അതിൻ അല്ലെ, തസ്മിൻ സപ്തമി വിഭക്തിയാണ്. അതിൻ ആത്മാവിൻ. പ്രാണസ്പന്ദനത്തിനധീനം. പ്രാണസ്പന്ദനത്തിനധീനം എഴുതുകോ. മാതരിശ്വ, മാതരിശ്വാ ദദാതി, അല്ലെങ്കിൽ മാതരിശ്വ എന്ന് കൊടുത്താൽ മതി അവിടെ. മാതരിശ്വ, മാതരിശ്വ. നമ്മൾ അർത്ഥം എഴുതിയല്ലോ. മാതരിശ്വ എന്താന്ന്? ചലിച്ചു പൊന്തിയ വിശ്വപ്രാണൻ അല്ലേ, വിശ്വപ്രാണൻ. അപ്പോ തസ്മിൻ പ്രാണസ്പന്ദനം എന്ന് പറഞ്ഞാൽ ശക്തി സ്പന്ദനമാണ്, എനർജി, ശക്തി, ബ്രഹ്മശക്തി ഒന്ന് ചലിച്ചതാണ് ഈ പ്രപഞ്ചം. അതുകൊണ്ടാണ് ഗുരു പറഞ്ഞ അതിൽ നിന്നാണ് ചലിച്ച് ഓരോന്നായിട്ട് ആകാശമുണ്ടായി, വായു ഉണ്ടായി, പിന്നെ അഗ്നി ഉണ്ടായി, ജലമുണ്ടായി, ഭൂമി ഉണ്ടായി, കർമ്മസങ്കുലമായി അല്ലേ. അപ്പോൾ അതിൻ പ്രാണസ്പന്ദനത്തിനധീനം മാതരിശ്വ അല്ലേ. സർവകർമ്മവും അപഹ ദദാതി. അപഹ ദദാതി അത് അതിൻ്റെ തർജ്ജമയാണ്. മാതരിശ്വ എന്ന് വെച്ചാൽ പ്രാണരൂപിയായ വായു. ദദാതി എന്ന് പറഞ്ഞാൽ ധരിക്കുന്നു എന്നർത്ഥം. ദദാതി ധരിക്കുന്നു, എല്ലാത്തിനെയും ടു വെയർ, എല്ലാത്തിനെയും ധരിക്കുന്നു അതിൽ. അപ്പോൾ ഒന്ന് നോക്കിക്കേ. അതു നിൽക്കുന്നു തിഷ്ഠത്ത്. ഇത് ഓടും അന്യത്തിനപ്പുറം പോകുന്നു. ഇത് നിരന്തരം ചലിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ദ്രിയ മനസ്സുകൾക്കപ്പുറം പോകുന്നു എന്നർത്ഥം. ഇത് ഓടും അന്യത്തിനപ്പുറം പോകുന്നു. വളരെ നന്നായിട്ട് പഠിക്കണം, ശ്രദ്ധയോടെ ഈ തർജ്ജമ പഠിക്കണം. എന്താണ് പരമാത്മതത്വം എന്ന് വിശദീകരിക്കുക അവിടെ. പരമാത്മതത്വത്തിൻ്റെ ആ നിത്യതയെയും വ്യാപിത്വത്തെയൊക്കെ ഗുരു ഉറപ്പിച്ച് പറയുകയാണ് ഇവിടെ. അത് നമ്മൾക്ക് അതിൻ്റെ ശ്ലോകം വിശദീകരിക്കുമ്പോൾ നമുക്കത് പിടികിട്ടും. ഇനി അതിൻ്റെ വിശദീകരണം, അതിൻ്റെ മന്ത്രവാക്യമാണ് തദ്ധാവതോ അന്യാൻ അത്യേതി. അതിൻ തസ്മിൻ. അതിൻ പ്രാണസ്പന്ദനത്തിനധീനം. അതിൻ തസ്മിൻ പ്രാണസ്പന്ദനത്തിനധീനം മാതരിശ്വ സർവകർമ്മവും. അതിൽ നിന്നാണ് എല്ലാ കർമ്മങ്ങളും ഉണ്ടായത്. ശക്തി ചലിച്ചു പൊന്തിയതാണ് കർമ്മം. അതിൽ നിന്നാണ് സകല കർമ്മങ്ങളും ഉണ്ടായത്. സർവകർമ്മവും അപഹ ദദാതി. അതാണ് അതായത് നാലാമത്തെ മന്ത്രം 4ഉം 5ഉം തർജ്ജമയിലൂടെയാണ് ഗുരു വിശദീകരിച്ചത്. കാരണം അത് ഗുരുവിന് വേണമെങ്കിൽ 4 വരികളിലൂടെ അതിൻ്റെ ആശയം പറയാമായിരുന്നു, അത് തർജ്ജമ ചെയ്യാമായിരുന്നു ഗുരുവിന്. പക്ഷെ അത് വളരെ ലളിതമാക്കിക്കൊണ്ട് സാധാരണരായ ഒരു എന്താ പറയുക, ഒരു സാധാരണ ഭൗതിക വിദ്യ പോലും കരഗതമായിട്ടില്ലാത്ത ഒരു ജനസമൂഹത്തിൻ്റെ മനസ്സുകളിലേക്ക്
ഉപനിഷത്ത് തത്വത്തെ എടുത്ത് വയ്ക്കുമ്പോൾ ഏറ്റവും നിറവാർന്ന രീതിയിൽ ഏറ്റവും ലളിതമായ പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അത് കൂടുതൽ അത് കഠിനമാക്കാതെ ഗുരു 2 ശ്ലോകങ്ങളിലാക്കിയ നമുക്ക് തന്നത്. നമ്മളിത് പഠിക്കാതെ വിട്ടാലുണ്ടല്ലോ, ഇത് മനസ്സിലാക്കിയാതെ വിട്ടാലേ നമ്മുടെ ഋഷികടം തീരില്ല. ഗുരു എത്ര കരുണയാർന്ന് നമുക്ക് തന്നിട്ട് നമ്മൾ അതിനെ ആദരിക്കുന്നുണ്ടോ, അതിനെ പഠിക്കണ്ടോ? വഴക്കൊന്നും പറയുന്നതല്ല. ഇപ്പെങ്കിലും ഇതൊക്കെ നമ്മളെ അനുഗ്രഹിച്ചല്ലോ ഗുരു, ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കാനും ഇതൊക്കെ ഒന്ന് പഠിക്കണമെന്നൊക്കെ തോന്നാൽ ഇത്രയും കട്ടിയുള്ള പദങ്ങളൊക്കെ പറഞ്ഞിട്ടും പതച്ചതൊക്കെ പറഞ്ഞിട്ടും ഞാൻ വിചാരിച്ച് ഓരോരുത്തർ ലെഫ്റ്റായി പോകുന്ന. പക്ഷെ ഒരാളും ലെഫ്റ്റാണെന്ന് കാണുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കിത് പഠിക്കണമെന്നും അറിയണമെന്നും ഗുരു പറഞ്ഞത് മനസ്സിലാക്കണമെന്നും ഒക്കെയുള്ള ഉറച്ച ഒരു ബോധമുള്ളവരാണ് ഇതിലിരിക്കുന്നതെന്ന് കരുതുന്നു. അപ്പോൾ കഥ കേൾക്കാനല്ല നമ്മൾ വന്നിരിക്കുന്നത്. കഥയൊക്കെ കേട്ട് കേട്ട് ജന്മങ്ങൾ കുറേ കഴിഞ്ഞു. ഇനി നീ തുറക്കുകതു നീ ഭൂഷൺ സത്യധർമ്മന്നു കാണുവാൻ, അല്ലേ? അവർ മനസ്സൊക്കെ എത്തി നമുക്ക്. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് അറിയണം. അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും ശ്രദ്ധയോടെ ഈ കടുകട്ടിയുള്ള സംസ്കൃത പദങ്ങളൊക്കെ പറഞ്ഞിട്ടും അത് വളരെ ശ്രദ്ധയോടെ കേട്ട് എഴുതിയെടുത്ത് ചോദിക്കുമ്പോൾ ഉത്തരങ്ങളൊക്കെ പറഞ്ഞ് നല്ല കുട്ടികളായിട്ട് ഇങ്ങനെ ഇരുന്ന് ഗുരുവിൻ്റെ മക്കളായിട്ട് നമ്മളൊക്കെ ഇങ്ങനെ ഇരുന്ന് പറയുകയും പഠിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഭഗവാൻ സന്തോഷിക്കും, അല്ലേ? ഭഗവാൻ ജയിക്കുക മഹാദേവ എന്ന് പറയുമ്പോൾ ഗുരു ജയിക്കില്ല. നമ്മളിതൊക്കെ പഠിക്കുമ്പോൾ മനസ്സിലാക്കുമ്പോൾ ഗുരു ജയിക്കും. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇത് 2 തർജ്ജമയും മനസ്സിലായെന്ന് തോന്നുന്നു. ആദ്യത്തെ അതിൽ തുടങ്ങുന്നത് എങ്ങനെയാണ്? ആദ്യത്തെ മന്ത്രം എവിടെയാ തുടങ്ങിയത്? പോകുന്നല്ലേ? അല്ലല്ലോ. ഇളകാദേഹമായേറ്റം ജിതമാനസവേഗമായി മുന്നിലാം അതിലെത്താതെ നിന്നുപോയി ഇന്ദ്രിയാവലി അതു നിൽക്കുന്നു പോകുന്നിതോടു മന്യത്തിനപ്പുറം അതിൻ പ്രാണസ്പന്ദനത്തിനധീനം സർവകർമ്മവും. ഇപ്പോൾ നമ്മളിപ്പോൾ ചെയ്തത് 4ാമത്തെ മന്ത്രം വായിച്ചു, അതിൻ്റെ അന്വയം എഴുതി, പദച്ഛേദം ചെയ്തു, ഓരോ പദങ്ങളുടെയും അർത്ഥം എഴുതി, ഗുരു അതിന് തന്ന തർജ്ജമ 4ഉം 5ഉം ശ്ലോകങ്ങൾ വായിച്ചു, അതിൻ്റെ അർത്ഥവിചാരം നടത്തി, അത് മന്ത്രവുമായി ഘടിപ്പിച്ചു. ഇത്രയും കാര്യങ്ങൾ നമ്മളിപ്പോൾ ചെയ്തു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഓരോ പദങ്ങളും വിശദീകരിക്കുക എന്നുള്ളതാണ് കേട്ടോ. വിശദീകരിക്കുക എന്നുള്ളതാണ്. അതിനകത്ത് ആദ്യം ചെയ്യേണ്ടത് അനേചത്ത് ഏകം. അത് ഒരു വരി മന്ത്രത്തിൻ്റെ ഒരു വേർഡ് എഴുതിയിട്ടൊന്ന് അണ്ടർലൈൻ ചെയ്യുക. ഇതൊക്കെ ഇന്ന് ഒത്തിരി പഠിക്കാനുണ്ട്. ഈ അടുത്ത ആഴ്ചക്കുള്ളിൽ ഈ മന്ത്രവും തർജ്ജമയും അർത്ഥസഹിതം വിചാരം ചെയ്യണം. അത് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കണം. പാഠനങ്ങൾ ഉണ്ടാകണം, അല്ലേ? പാഠനാഭ്യാം നമ്മൾ പറഞ്ഞല്ലോ. സ്വാധ്യായ പ്രവചനാഭ്യാം പ്രമതിതവ്യം. സ്വാധ്യായത്തിൽ നിന്നും പ്രവചനത്തിൽ നിന്നും പുറകോട്ട് പോകരുത്. നമ്മൾ പഠിക്കുന്നത് നമ്മളെ തന്നെയാണ്. ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും ഒന്നും അല്ല പഠിക്കണേ. ഗുരു നമ്മളെയാ. നമ്മളെന്താണ്, ഈ പ്രപഞ്ചം എന്താണെന്നാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ പഠിക്കണ്ടേ? അപ്പോൾ അനേചത്ത് ഏകം അർത്ഥമൊക്കെ നമുക്ക് മനസ്സിലായിട്ടുണ്ട്, അല്ലേ? അനേചത് എന്ന് പറഞ്ഞാൽ എന്താ? നയേചത്, ഇളകാത്തത്. ഏകം എന്ന് പറഞ്ഞാൽ ഏകമായിട്ടുള്ളത്, 2 ഇല്ല, 1 ഉള്ളൂ. അതായത് ഇവിടെ 1 ഉള്ളൂ എന്ന് ഉപനിഷത്ത് ഉറപ്പിച്ച് പറഞ്ഞിട്ടാണ് പോണത്. ദൈവദശകമൊക്കെ പഠിക്കുമ്പോൾ ഈ അദ്വൈത പരതയെ, ഈ ഏകത്വത്തെ ഗുരു പറഞ്ഞാൽ പോണത്. കാരണം ഗുരുവിൻ്റെ ദർശനം അദ്വൈതമാണ്, ഏകതയാണ്. എല്ലാത്തിനെയും ചേർത്ത് വെച്ച ഗുരു ആ തർജ്ജമയിലും ആ വാക്കൊന്നും എടുത്തു വയ്ക്കാനായിട്ട് മറക്കുന്നില്ല. നോക്കൂ, അനേചതെന്ന് പറഞ്ഞാൽ ഇളകാത്തത്, ഏകമായത്. അതായത് പരമസത്യത്തിന് സ്വഗതമോ സജാതീയമോ ഏകം എന്ന് എഴുതിയിട്ട് അതിൻ്റെ ഒരു വിശദീകരണമാണ് കേട്ടോ. സ്വഗതമോ സജാതീയമോ വിജാതീയമോ ആയ ഭേദങ്ങൾ ഒന്നും തന്നെ ഇല്ല. ഏകം, അത് ഒന്നാണ്, ഏകമാണ്. എന്ന് വെച്ചാൽ സ്വഗത ഭേദം എന്ന് പറഞ്ഞാൽ എന്താ? എനിക്ക് എന്നിൽ നിന്ന് തന്നെയുള്ള ഭേദം എന്ന് പറഞ്ഞാൽ എന്താ? തന്നിൽ നിന്ന് തന്നെയുള്ള ഭേദത്തിനെയാണ് സ്വഗത ഭേദം എന്ന് പറയുക. അപ്പോൾ എൻ്റെ
മുഖം പോലെയല്ല എൻ്റെ കയ്യ്, അതുപോലെയല്ല എൻ്റെ കാല്, അതുപോലെയല്ല എൻ്റെ കണ്ണ്, അല്ലേ? എന്നിൽ നിന്ന് തന്നെ എൻ്റെ അവയവങ്ങൾ വ്യത്യസ്തമാണ്. അതിനെയാണ് സ്വഗതം എന്ന് പറയുന്നത്. ഒരു മരം പറയുകയാണെങ്കിൽ ആ ഒരു മരത്തിൻ്റെ അതിൻ്റെ തടിയും അതിൻ്റെ ശാഖയും അതിൻ്റെ ഇലകളും അതിൻ്റെ പൂവും അതിൻ്റെ കായും ഒക്കെ ഒന്നിനൊന്ന് വ്യത്യാസമാണ്. ഒരു മരമാണെങ്കിൽ അതിൽ തന്നെ ഒത്തിരി വ്യത്യസ്തതകളുണ്ട്. അതന്നെയാണ് സ്വഗത ഭേദം എന്ന് പറയുക. തനിക്ക് തന്നിൽ നിന്ന് തന്നെയുള്ള ഭേദത്തിനെ, വ്യത്യസ്തതയെയാണ് സ്വഗത ഭേദം എന്ന് പറയുക. ബ്രഹ്മത്തിന് സ്വഗത ഭേദമില്ല. ഇനി ബ്രഹ്മത്തിന് സജാതീയ ഭേദമില്ല. സജാതീയ ഭേദം, അതായത് എന്നെ പോലെയല്ല എൻ്റെ അടുത്തിരിക്കുന്ന വേറൊരാളിരിക്കുന്നത്. മനുഷ്യരാ രണ്ടുപേരും, അല്ലേ? സജാതിയിൽപ്പെട്ടവരാ, ഒരേ മനുഷ്യവർഗത്തിൽപ്പെട്ടവരാ, പക്ഷെ രണ്ടുപേരും വ്യത്യസ്തമാണ്. ഒരു മാവ് പോലെയല്ല തൊട്ടടുത്ത രണ്ട് മാവുകൾക്ക് തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. തടിയുടെ വണ്ണത്തിലും ശിഖരങ്ങളിലും ഇലയുടെ നിറത്തിലും ഒരേ ഇനമാണെങ്കിൽ പോലും വ്യത്യാസമുണ്ട്. സജാതീയമായ ഭേദങ്ങളുണ്ട്. അതേ ജാതിയിൽ നിന്ന് തന്നെയുള്ള വ്യത്യാസം, അതിനെയാണ് സജാതീയ ഭേദം എന്ന് പറയുക, അല്ലേ? ബ്രഹ്മത്തിന് അത്തരത്തിലുള്ള വ്യത്യസ്തതകളില്ല, ഭേദങ്ങളില്ല. ഇപ്പൊ സ്വഗത ഭേദമില്ല, സജാതീയ ഭേദമില്ല, വിജാതീയ ഭേദവും ഇല്ല. ഒരു പ്ലാവിന് ഒരു തെങ്ങുമായിട്ടുള്ള വ്യത്യാസം, രണ്ടും രണ്ട് ജാതിയിൽപ്പെട്ടതാണ്. ഒന്ന് തെങ്ങും ഒന്ന് മാവുമാണെന്ന് വെച്ചോ, അല്ലേ? അപ്പോൾ രണ്ടും വ്യത്യസ്തമാണ്. അങ്ങനെയുള്ള വിജാതീയമായ വ്യത്യാസങ്ങൾ, ഭേദവും ബ്രഹ്മത്തിനില്ല. അങ്ങനെ ഒരു ഭേദവും ഇല്ലാതെ പറയുന്നതിനെയാണ് ഏകം എന്ന് പറയുക. ഏകം, സ്വഗത സജാതീയ വിജാതീയ ഭേദങ്ങളില്ല ബ്രഹ്മത്തിന്, ഏകം. ഇനി അനേചത്, അനേചത് ഇളകാത്തവനാണ്, ചലിക്കാത്തവനാണ്, അല്ലേ? ഏകം ഏവ അദ്വിതീയം ബ്രഹ്മ. ആ ബ്രഹ്മ എങ്ങനെയാന്ന് വെച്ചാൽ ഇളക്കമില്ല. അത് ദർശനമാലയിൽ എല്ലാം വളരെ വ്യക്തമായി ഗുരു പറയും, അല്ലേ? ഈ സത്യം ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ അസ്ഥി ചെയ്ത് സദ്ഗനം, എങ്ങും നിറഞ്ഞിരിക്കുന്ന ഉണ്മ, അതായിട്ടാണ് ഈശ്വരനിരിക്കുന്നത്. ഒരു അണു പോലും ഈശ്വര സ്പന്ദനം ഇല്ലാത്തത് ഇവിടെ ഇല്ല. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ അതായത് ജനനം മുതൽ ഇന്ന് വരെയുള്ള നമ്മുടെ ജീവിതത്തെ വെറുതെ എടുത്തൊന്ന് ചിന്തിച്ച് നോക്കൂ. ജനനം മുതൽ ഇന്നിപ്പോൾ ഈ നിമിഷം വരെയുള്ള നമ്മുടെ ജീവിതത്തെ ഒന്ന് ചിന്തിച്ചാൽ, അതായത് ശരീരം ചലിച്ച് മാറിയിട്ടുണ്ട്. കാരണം ഓടുക, അത് ഓടും എന്ന് പറഞ്ഞ അർത്ഥം അങ്ങനെ ചലിച്ച് മാറിക്കൊണ്ടിരിക്കുന്നു, ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് പോകുന്നു. അതിനാണ് ഈ ഓടും അന്യം എന്ന് പറയുന്നത്. ഈ ശരീരം വളരെ കുട്ടിയായിരുന്നപ്പോൾ എന്തൊരു ഭംഗിയായിരുന്നു, നമ്മുടെ ശരീരം മുഖത്തിലൊക്കെ എന്ത് ഭംഗിയായിരുന്നു, അല്ലേ? അത് ഓരോ ഇത് കഴിയും തോറും ആ ശോഭയൊക്കെ കുറഞ്ഞ് ശരീരം അങ്ങ് അതായിക്കൊണ്ടിരിക്കുക, ജരാനരകളിലൊക്കെ ബാധിച്ച് അത് ജീർണിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിനകത്തൊരു ഞാനുണ്ട്. ആ ഞാൻ എന്തെങ്കിലും ഇളക്കം സംഭവിച്ചോ? ശരീരത്തിന് ഇളക്കം സംഭവിച്ചപ്പോൾ ആ ഞാനിന് ഇളക്കം സംഭവിച്ചിട്ടുണ്ടോ? ആ ശൈശവത്തിലുള്ള ഞാൻ തന്നെയല്ലേ ഇപ്പോഴും ഉള്ള ഞാൻ? എന്തെങ്കിലും ആ ഞാനിന് സംഭവിച്ചിട്ടുണ്ടോ? അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. മാറുന്ന ശരീരത്തിൽ മാറ്റമില്ലാതെ നിൽക്കുന്ന ആ ഞാനിന് ഒരു ചലനവും വന്നിട്ടില്ല. അത് മാറിയിട്ടില്ല, അല്പം പോലും മാറിയിട്ടില്ല. അത് എന്നർത്ഥം. അവൻ ഏകനുമാണ്. അതാണ് ഗുരു പറയുന്നത്. അഹമെന്നറിയുന്നതൊക്കെ ഓർത്താൽ അകമേ പലതല്ല അതേകമാകും, അല്ലേ? അഹമെന്നറിയുന്നതൊക്കെ ഓർത്താൽ അകമേ പലതല്ല അതേകമാകും. ഞാൻ എന്ന് പറഞ്ഞ് നമ്മൾ എല്ലാവരുടെയും ഉള്ളിലിരുന്ന് സ്പന്ദിക്കുന്ന ഈ ഞാൻ എല്ലാവരിലും ഇരിക്കുന്നത് പലതല്ല, ഒന്നാണ്. അത് പറഞ്ഞു തന്നിട്ട് ഗുരു ചോദിക്കുന്നില്ലേ, നമ്മളെ പോലെയുള്ള സാധാരണ ബുദ്ധികൾക്ക് ഗ്രഹിക്കാൻ വേണ്ടി ഗുരു ചോദിക്കുന്നുണ്ട്, ഇരുളിൽ ഇരിപ്പവൻ ആരവിടെ ഇരിക്കുന്ന ഇരുട്ടില്? ചൊൽക നീ ചൊല്ല്, ആരവിടെ ഇരിക്കണമെന്ന് ചോദിച്ചപ്പോൾ എന്ന് ഒരുവൻ ഉരപ്പത് കേട്ടു താനുമേവം. ഇരുട്ടിലിരിക്കുന്ന ഒരാളോട് ആരാ അവിടെ ഇരിക്കണേ എന്ന് ചോദിച്ചപ്പോൾ, നീ ആരാ ചോദിച്ചപ്പോൾ അവിടെ നിന്ന് തിരിച്ചെന്താ പറഞ്ഞ, നീ ആരാ? അപ്പൊ രണ്ടുപേരും പറഞ്ഞ ഉത്തരം ഞാൻ എന്നാണ്.
അല്ലേ? കേട്ടു താനുമേവം അറിവതിനായി അവനോട് നീയുമാരെന്ന്, അല്ലേ? അറിയും ഇതിൻ്റെ വാക്യം പ്രതിവാക്യമേകമാവും. ഇത് രണ്ടുപേരും പറയണത് ഞാനാണ്. അപ്പൊ ഈ ഞാൻ ഏകമാണ്, പലതല്ല. അതാണ് ഇവിടെ നമ്മൾ ഗ്രഹിക്കുന്നത്. ഈ ഞാനിന് ഒരു ചലനം ഉണ്ടായിട്ടില്ല. കൊച്ചായിരുന്നപ്പോഴുള്ള നല്ല സുന്ദരിയായി ഓടിച്ചാടി നടന്നിരുന്ന ഇന്ദിര ടീച്ചർ തന്നെ ഇപ്പോഴും ആ ഇന്ദിര ടീച്ചർ തന്നെ, മാറ്റം വന്നിട്ടില്ല, അല്ലേ? പക്ഷെ ശരീരത്തിന് മാറ്റം വന്നു, അല്ലേ? ആ സൗന്ദര്യമൊക്കെ നമ്മുടെ കുഞ്ഞിലെയുള്ള സൗകുമാര്യതയൊക്കെ പോയി വന്നു. അപ്പോൾ അത് അനേചത്ത് ഏകം, ഇളകാത്തതാണ്, ഏകമാണ് എന്നർത്ഥം. അപ്പോൾ ഇവിടെ നമ്മളോട് ഗുരു പറഞ്ഞു തന്ന ഈ വാക്ക് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നമുക്ക് നിർത്തിയേക്കാം കേട്ടോ. അടുത്ത ക്ലാസ്സിൽ ബാക്കി. അപ്പോൾ നല്ലതായിട്ട് പഠിക്കാനുണ്ട്, ഹോംവർക്ക് ചെയ്യാനുണ്ട്, മന്ത്രം പഠിക്കാനുണ്ട്. പതുക്കെ പഠിക്കാനുള്ള സമയമാണ്. ഇനി ഒരാഴ്ചയിൽ ഒരു ക്ലാസ് അല്ലേ എടുക്കണേ. അപ്പോൾ ആ മന്ത്രം നമ്മൾ പഠിച്ച് തറവാക്കി മനസ്സിലാക്കി പഠിക്കുക, അതിരുന്ന് ധ്യാനിക്കുക കുറേ സമയം. അത് നമുക്ക് നിർത്താം. അപ്പോൾ അതായത് എന്താണ് ഈ പറയുന്നത്, ഗുരു എന്താണ് പറയുന്നത് എന്ന് സ്വയം ആരായണം, ഓർക്കണം. വെറുതെ പഠിച്ചു വെക്കരുത്, ഓർത്ത് ധ്യാനിച്ച് നമ്മിലേക്ക് ഇത് എടുക്കുക. അപ്പോൾ മാത്രം നമ്മളിൽ നിന്ന് പിന്നെ ജീവിതത്തിൽ വിട്ടുപോകില്ല അത്, അല്ലേ? അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു ടോപ്പിക്ക്, അടുത്ത ഭാഗത്തിൻ്റെ വിശദീകരണം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ വിശദീകരണം ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ വാക്കുകൾ അത്രയും മഹാഗുരുവിൻ്റെ തൃപാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.